ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. 9 മണിയോടുകൂടി മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപ്പയും സംഘവും തിരച്ചിലിന് ഇറങ്ങും. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചെന്ന് മാൽപ്പെ വ്യക്തമാക്കി. നേവിയും NDRF-ഉം SDRF-ഉം തിരച്ചിലിന്റെ ഭാഗമാകും. കഴിഞ്ഞ ദിവസം കയർ ലഭിച്ച ഭാഗത്താകും വീണ്ടും തിരച്ചിൽ നടത്തുക. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും സാരംഗ് നൽകും. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നും തെരച്ചിൽ പുനരാരംഭിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് ഇന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഈ തെരച്ചിൽ ആരംഭിക്കുമെന്ന് കരുതാമോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, സാരംഗ്? മോത്തി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്നത്തെ ദിവസം ശുഭകരമായ വാർത്തകളുടേതാവട്ടെ എന്ന് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളും ഷിരൂരിലെത്തുന്നത്. ഇവിടെ നമുക്ക് എൻ്റെ തൊട്ടരികിലായി തന്നെ ഗംഗാവലി പുഴ കാണാം. പുഴയിലെ ജലനിരപ്പ് ഏറെ താഴ്ന്ന് വളരെ വളരെ ശാന്തമായി പ്രശാന്തമായാണ് നദി ഒഴുകുന്നത്. മാത്രമല്ല, മണൽക്കൂനകളൊക്കെ തന്നെ ഒരു സമയത്ത് ഏകദേശം പൂർണ്ണമായി കുടുങ്ങി നിന്നിരുന്ന ആ ഒരു, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾക്ക് തീരെ കാണാൻ സാധിക്കാതിരുന്ന മണൽക്കൂനകളൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കും. മറ്റൊരു ദൃശ്യം കൂടി എനിക്കിപ്പോൾ കാണിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോയയും അതുപോലെ തന്നെ മറ്റൊരു വസ്തു അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു ടാർജറ്റഡ് വസ്തു കൂടി അവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആ രണ്ട് വസ്തുക്കൾ മാർക്ക് ചെയ്ത ഭാഗമാണ് നേവി നേരത്തെ 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വിദഗ്ധരുടെ വിശകലനത്തോടു കൂടി അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള പോയിന്റ് 2. ആ ഒരു പ്രദേശത്ത് നിന്നാണ് അർജുൻ്റെ വാഹനത്തിലെ തടി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ആ കയർ വിവിധ ഭാഗങ്ങളായി പിന്നീട് ലഭിച്ചത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ പരിശോധന. നേവി ഒരു പക്ഷേ ഇന്ന് രാവിലെ പുഴയിലേക്ക് ഇറങ്ങുന്നത് 9:30 ആവും. ആ ഒരു സമയം തൊട്ട് തന്നെ ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും നേവിയുടെ പരിശോധന. NDRF-ഉം അതുപോലെ ഈശ്വർ മാൽപ്പെ സംഘവും ഏത് ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്? നേവി പറയുന്ന പോയിന്റ് 2 ആണോ, അതോ നമുക്ക് ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഹൈഡ്രോളിക് ജാക്ക് ലഭിച്ച ആ ഒരു പ്രദേശമാണോ? അതിന് പോയിന്റ് 1 എന്നാണ് നേവി മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റ് 1ഉം പോയിന്റ് 2 മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും നടക്കുക. മാത്രമല്ല, താഴത്ത് ഇവിടെ നിന്ന് മലയിടിഞ്ഞ് വീണ മണ്ണ് ചെളിയായി മാറി അതിപ്പോൾ ഒരു കട്ടിയേറിയ ഒരു രൂപം, ആ ഒരു പരുവത്തിലേക്ക് മാറി എന്നാണ് താഴത്തേക്ക് മുങ്ങാൻകുഴിയിട്ട് പോയ നേവിയുടെ മുങ്ങൽ വിദഗ്ധരും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പെ സംഘവും നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് നീക്കുവാൻ ഡ്രഡ്ജറിന്റെ സഹായം വേണ്ടി വരും. അപ്പോൾ ആ ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാലാവും പൂർണ്ണമായും എത്രത്തോളം അടിയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുമോ അത്രത്തോളം അടിയിലേക്ക് എത്തിക്കാനുള്ള ആ പരമാവധി മണ്ണ് നീക്കം ചെയ്യുക എന്നതായിരിക്കും ഡ്രഡ്ജറിനെ സംബന്ധിച്ച്, ഡ്രഡ്ജർ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ടാർജറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം തൊട്ട് പിറകിലായി ഒക്കെ തന്നെ റെയിൽവേ പാലമൊക്കെ കാണാം. അത്തരത്തിലുള്ള റെയിൽവേ പാലവും അതിന് പിറകിൽ മറ്റൊരു പാലം കൂടിയുണ്ട്. ആ പാലത്തിന്റെ ഏകദേശം പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പാലമൊക്കെ തന്നെ കടത്തിക്കൊണ്ട് ഡ്രഡ്ജർ ഗോവയിൽ നിന്നും കടൽമാർഗം എത്തിച്ച് പിന്നീട് ഗംഗാവലി പുഴയിലേക്ക് കടത്തുക എന്നത് ഒരു പക്ഷേ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമായിരിക്കാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മന്ത്രി മംഗളവൈദ്യ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഈ കാർവാറിലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ചേർന്നിട്ടുള്ള ഉന്നതാധികാരികളുടെ യോഗത്തിൽ ഒരു പക്ഷേ ഡ്രഡ്ജർ ഡിഅസംബിൾ ചെയ്ത് പിന്നീട് ഇവിടെ എത്തി വീണ്ടും അസംബിൾ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരിശോധനകളും ആലോചനകളും ഒക്കെ തന്നെയാണ് നടക്കുന്നത്. അത് എത്രത്തോളം ഫലപ്രദമാവും എന്നുള്ളൊരു സംശയം ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ സാധിച്ചാൽ പൂർണ്ണമായും നമുക്ക് നദിയുടെ അടിത്തട്ടിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണ് അല്ലെങ്കിൽ ചളി നീക്കം ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു ഭാഗത്തിന് താഴെ തന്നെയാണ് ഇപ്പോഴും സിഗ്നൽ ലഭിച്ചത് എന്ന് തന്നെയാണ് നേവി പറയുന്നത്. ലോറിയുടെ സിഗ്നൽ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോണാർ അടക്കമുള്ള വസ്തുക്കളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ ലഭിച്ചിരുന്ന നേവിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച സോണാർ ഉപഗ്രഹ വിഷ്വലുകളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ 3 പോയിന്റുകളിൽ നിന്നാണ്. അതിൽ പ്രധാനമായും പോയിന്റ് 2-ൽ നിന്നാണ് ലോറിയുടെ സിഗ്നൽ ലഭിക്കുന്നത്. അതിന് തൊട്ടു പിറകിലുള്ള ആ ഒരു നദിയുടെ കരയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു വശത്ത് നിന്നാണ് മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ധനത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അവിടെ നിന്ന് ടാങ്കർ ലോറിയുടെ പല ഭാഗങ്ങളും, അത് ബോണറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇരുമ്പ് ചട്ടക്കൂടാവട്ടെ, അതുപോലെ പൽചക്രങ്ങളാവട്ടെ, ഡോറിന്റെ ഭാഗങ്ങളാവട്ടെ, അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല വാഹനത്തിലെ ഭാഗങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മനാഫുമായി സംസാരിക്കുന്ന സമയത്ത് അത്തരത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രോളിക് ജാക്കി ആവട്ടെ പിറകിലുണ്ടാവുന്ന ടൂൾ ബോക്സിലായിരുന്നു സ്ഥാപിച്ചത്. ഒരു പക്ഷേ ടൂൾ ബോക്സ് തകർന്നായിരിക്കാം ഹൈഡ്രോളിക് ജാക്കി പുറത്തെത്തിയത്. എന്നാലും വാഹനത്തിന് കാര്യമായ കേടുപാടുകളൊന്നും തന്നെ സംഭവിക്കാനുള്ള സാധ്യതയില്ല. ആ പൽചക്രത്തിന്റെ ദൃശ്യം കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ മനാഫിനോട് ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇത് താങ്കളുടെ വാഹനത്തിൻ്റെതാവുമോ എന്ന് ആരായുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ഈ ഒരു പൽചക്രം വാഹനത്തിന്റെ എഞ്ചിനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വസ്തുവാണ്. ഭാരത് ബെൻസിന്റെ ട്രക്കിന്, മനാഫിന്റെ ട്രക്കിന്, അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിന്റെ എഞ്ചിനൊന്നും വലിയ തോതിൽ ഒരു
തകരാറ് അല്ലെങ്കിൽ അത് തകർന്നു പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്നാണ് മനാഫിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു പോയിന്റ് 2-വിനെ കേന്ദ്രീകരിച്ച് എത്രത്തോളം താഴ്ചയിലേക്ക്, അഗാധമായുള്ള ആ ഒരു താഴ്ചയിലേക്ക് ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് കൂപ്പുകുത്തി മുങ്ങാങ്കുഴിയിട്ട് പോകാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന പൂർണ്ണമായും മുന്നോട്ടേക്ക് പോവുക. മോത്തി, ഇന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും, ജില്ലാ കളക്ടറോ അങ്ങനെ ആരെങ്കിലും സ്ഥലത്ത് എത്താനുള്ള സാധ്യതയുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാരംഗ്? ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ഇന്നലെ ഇവിടെ തിരച്ചിൽ നടന്നിരുന്നില്ല. പക്ഷേ തൊട്ട് അപ്പുറത്തുള്ള പ്രദേശമായ ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള കാർവാറിൽ മറ്റൊരു മിഷൻ നടന്നിരുന്നു. ഇതുപോലെ തന്നെ കാർവാറിലെ കാളി നദിയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലം തകർന്ന ഒരു ലോറി പുഴയിൽ പോയ സംഭവം ആഗസ്റ്റ് 7 പുലർച്ചെ 1:30 കൂടിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു മിഷന്റെ ഭാഗമായി അവിടെ ജില്ലാ കളക്ടറും SP-യും മന്ത്രി മംഗളവൈദ്യയും MLA-യും ഒക്കെ തന്നെ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാവാം അത്തരത്തിലുള്ള ഒരു ഏകീകൃത രീതിയിലുള്ള ജില്ലാ ഭരണാധികാരികളുടെ ഒരു കേന്ദ്രീകരണം ഇവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഏറെ ശ്രമകരമായ ഇന്നലത്തെ ആ മിഷന്റെ ഭാഗമായും പ്രധാന പങ്ക് വഹിച്ചത് മാൽപേ സംഘവും NDRF-ഉം കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അവർക്ക് ആ ലോറി മണിക്കൂറുകൾക്കകം തന്നെ വലിയ സമ്മർദ്ദമുണ്ടാവുന്ന അഴിമുഖത്ത് നിന്നൊക്കെ തന്നെ ആ ലോറി നീക്കി മണിക്കൂറുകളോളം നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് ഷിരൂർ ദൗത്യത്തിനെ സംബന്ധിച്ച് വലിയ ഊർജ്ജം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു പാഠം കൂടി ഉൾക്കൊണ്ടായിരിക്കും ജില്ലാ ഭരണകൂടം ഇനി വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ടേക്ക് പോവുക. മോത്തി.